ചികിത്സാ പ്രതിസന്ധി പരിഹരിക്കാൻ തിരുവനന്തപുരം ശ്രീചിത്രയിൽ വകുപ്പ് മേധാവികളുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് ഡയറക്ടർ. നാളെ രാവിലെ 8:30 എത്താൻ എല്ലാ വകുപ്പ് മേധാവികൾക്കും നിർദ്ദേശമുണ്ട്. റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയ്ക്കു പിന്നാലെയാണ് ഡയറക്ടർ യോഗം വിളിച്ചത്. റിപ്പോർട്ടർ ഇംപാക്ട് സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അടിയന്തരമായ ശസ്ത്രക്രിയകൾ നാളെ മുതൽ മുടങ്ങുമെന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ടത്ര സർജറിക്കോ അതല്ലെങ്കിൽ ചികിത്സയ്ക്കോ ആവശ്യമായ മരുന്നോ മറ്റുപകരണങ്ങളോ ഇല്ലാത്ത ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന വാർത്തയും നമ്മളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തുടർന്നാണോ നാളെ വകുപ്പ് തല അധ്യക്ഷന്മാരുടെ യോഗം വിളിക്കാൻ ഡയറക്ടർ നിർബന്ധിതനായത്? സുനിഷ. അതെ അരുൺ, അതുകൊണ്ട് തന്നെയാണ്, അതായത് ചികിത്സാ പ്രതിസന്ധിയിലേക്ക് ശ്രീചിത്ര കടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ റേഡിയോളജി വിഭാഗം വകുപ്പ് മേധാവി തന്നെ നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ ചികിത്സ നടത്തില്ല എന്ന് അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ശ്രീചിത്ര തന്നെ ന്യൂറോ ഇന്റർവെൻഷണൽ ചികിത്സകൾ നടക്കില്ല എന്നുള്ള വിശദീകരണ കുറിപ്പും നൽകിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ പറഞ്ഞതാണ്, ഒരാഴ്ചക്കകം തന്നെ 30-ലധികം സർജറികളാണ് മുടങ്ങാൻ പോകുന്നത് എന്ന്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിസന്ധിക്കൊരു പ്രശ്നം, ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഡയറക്ടർ അടിയന്തര യോഗം വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വകുപ്പ് മേധാവികളെല്ലാം തന്നെ 8:30 എത്തേണ്ടതുണ്ട്, യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയെങ്കിൽ വിവിധ വകുപ്പുകൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ട് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം അരുൺ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാളെ ഈ ശ്രീചിത്രയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയം ഡയറക്ടറുമായി ചർച്ച ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ ഈ റഹീം MP കേന്ദ്ര മന്ത്രിക്ക് കത്തയക്കുകയടക്കം ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഉപകരണങ്ങൾ ഉടൻ തന്നെ എത്തിക്കുന്ന തരത്തിൽ കരാർ പുതുക്കേണ്ടതാണെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രിക്ക് ഈ കത്ത് നൽകുന്നൊരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരുപക്ഷെ സുരേഷ് ഗോപി കൂടി എത്തുകയാണെങ്കിൽ ഈ വിഷയം ഡയറക്ടറുമായി ചർച്ച ചെയ്ത് കേന്ദ്രത്തെ അറിയിച്ച് ഇതിലൊരു പരിഹാരം കാണുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും വലിയൊരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ശ്രീചിത്ര കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ന്യൂറോ റേഡിയോളജി സർജറികളൊക്കെ തന്നെയും മുടങ്ങുമ്പോൾ അത് കാര്യമായി എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. പല രോഗികളും ചികിത്സയ്ക്ക് ഈ സർജറിക്കായി ഒരു തീയതി കിട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നാളെ ഇപ്പോൾ 6ഓളം ചികിത്സകളാണ് ഈ ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത്. അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ഓരോ ചികിത്സകളും മാറ്റിവെക്കുമ്പോൾ അത് എപ്പോഴാണ് നടക്കുക, അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏത് ദിവസത്തേക്കാണ് എന്നത് ഈ രോഗികൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല, ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വലിയൊരു ആശങ്ക തന്നെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കൃത്യമായ ഒരു സമയം കിട്ടിയാണ്. ഇനിയും ഈ മാസത്തിൽ തന്നെ പല ദിവസങ്ങളിലും ഡേറ്റ് കിട്ടി നിൽക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ ഒരാഴ്ചത്തെ ഈ മാറ്റിവെക്കുമ്പോൾ തന്നെ അത് ഏത് സമയത്തേക്ക് മാറ്റിവെക്കും എന്നുള്ളതും വലിയ കാര്യമാണ്. കാരണം അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുമ്പോൾ അടുത്ത ആഴ്ച നടക്കേണ്ട ശസ്ത്രക്രിയകൾ അതിൽ മാറ്റം വരുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം കാണാനായി തന്നെയാണ് ഡയറക്ടർമാരുടെ യോഗം. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം എത്തുമ്പോൾ കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന്റെ മുന്നിൽ എത്തിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ അധികൃതരും ഒപ്പം തന്നെ ഡോക്ടർമാരടക്കമുള്ളത്. അരുൺ, താങ്ക് യു. സുനിഷയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത്. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലായ വിഷയത്തിൽ അടിയന്തര യോഗത്തിന് ഡയറക്ടർ വിളിച്ചിരിക്കുന്നത്. വകുപ്പ് തല അധ്യക്ഷന്മാരുടെ യോഗം നാളെ രാവിലെ 8:30 നിശ്ചയിച്ചിരിക്കുന്നത്. സുനിഷ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്.